സർ, വരാൻ പോകുന്ന ആഗോള അയ്യപ്പ ഭക്ത സംഗമം അതിന് നമ്മുടെ ദേവസ്വം പ്രസിഡന്റ് ക്ഷണിക്കാൻ ചെന്നതാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ. പക്ഷെ അദ്ദേഹം കാണാൻ കൂട്ടാക്കിയില്ല. പകരം പിയെയോ മറ്റോ സെക്രട്ടറിയെയോ മറ്റോ വിട്ടാണ് അദ്ദേഹം ആ നോട്ടീസ് വാങ്ങിപ്പിച്ചത് പോലും. അപ്പോൾ വി.ഡി. സതീശൻ എന്തുകൊണ്ട് ദേവസ്വം പ്രസിഡന്റിനെ കാണാൻ തയ്യാറായില്ല എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അദ്ദേഹം ആ പരിപാടിയിൽ ചിലപ്പോൾ പങ്കെടുത്തേക്കില്ല എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിലൊരു തീരുമാനത്തിലെത്തിയത്? പ്രതിപക്ഷ നേതാവ് ഇന്ന് അതിന് വർത്തമാനം പറഞ്ഞതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതൊരു വല്ലാത്ത കള്ളത്തരമാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ യുവതീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്ത നിലപാടിനകത്ത് തെറ്റാണെന്ന് കണ്ട് ഭക്തരും അല്ലെങ്കിൽ വിശ്വാസികളും നടത്തിയ സമരത്തിനകത്ത് എടുത്ത കേസുകൾ അല്ലെങ്കിൽ പിൻവലിക്കാതെ ഇത്തരത്തിലൊരു നീക്കം, അതൊരു കപടമായ നീക്കമാണെന്നൊക്കെയുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ആയിക്കോട്ടെ സതീശ, കപടമായിട്ടുള്ള നീക്കം ആയിക്കോട്ടെ, അവർ വോട്ടിന് വേണ്ടിയുള്ള നീക്കം ആയിക്കോട്ടെ. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ അവർ അയ്യപ്പനോട് ചെയ്ത കാര്യവും വിശ്വാസികളോട് ചെയ്ത കാര്യവും തെറ്റായി പോയി, അല്ലെങ്കിൽ അവരുടെ വോട്ടിനകത്ത് അത്തരത്തിലൊരു വോട്ടിനകത്ത് അയ്യപ്പ വിശ്വാസികളുണ്ട്, അവർ അത്തരത്തിൽ വിചാരിച്ചതുകൊണ്ട് തിരുത്താൻ തയ്യാറായില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നില്ല? CPM നടത്തുന്ന ഒരു പരിപാടി ആയിട്ട് വരണ്ട, CPM നടത്തുന്ന ഒരു പരിപാടി ആയിട്ട് നോക്കണ്ട. അവർ എല്ലാ കാര്യവും ശ്രമിക്കുന്നുണ്ട്, എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടല്ലോ. BJP-ക്കാരനെ ക്ഷണിക്കുന്നു, ഈ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട കക്ഷികളെല്ലാം കേന്ദ്രമന്ത്രിമാരെ ക്ഷണിക്കുന്നു. പക്ഷേ നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കാതിരിക്കാൻ ഒരു പക്ഷേ നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗോള രാഷ്ട്രീയം ഈ പറയുന്ന ഹിന്ദുവിനും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർക്കും എതിരാണെന്ന് ദീർഘമായിട്ട് നോക്കിക്കാണുമ്പോൾ മനസ്സിലാവും. ഇത് പരസ്യമായിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമിക്കാരനെ ഈ പറയുന്നത് പോലെ ഭരണഘടനയും അതിന്റെ സംവിധാനത്തെ മറ്റു പലതിനെയും എതിർക്കുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു സംവിധാനമായിട്ട് പോലും അതിനെ വെള്ള പൂശാൻ നിങ്ങൾ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിന്റെ വോട്ടിന് വേണ്ടി അത് ശരിയാണെന്ന് പറയുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചു, അല്ലെങ്കിൽ അതിനെ ആരൊക്കെ എതിർത്തപ്പോഴും അത് ശരിയാണെന്ന് ഉറക്കെ എണീറ്റ് നിന്നാൽ പറയുന്നതിന് വേണ്ടി ഈ പറയുന്ന വി.ഡി. സതീശന് സാധിച്ചു. ഇപ്പൊ ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്, ഈ അയ്യപ്പ സംഗമത്തിനകത്ത് വി.ഡി. സതീശൻ രക്ഷാധികാരിയായിട്ട് വന്നാൽ, അല്ലെങ്കിൽ അതിനകത്ത് താല്പര്യമെടുത്ത് നിങ്ങൾ വന്നാൽ, നിങ്ങളുടെ പുറകിൽ നിൽക്കുന്ന ഒരു വോട്ടിംഗ് പാറ്റേൺ അതൊരു പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂട്ടും അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടും 1% പോലും ചോർന്നു പോകാതെ, അല്ലെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലും അവർക്കപ്പുറം വേറെ ആരുടെയും കൂടെ നിൽക്കുന്ന ഒരു പ്രതിപക്ഷവും അല്ലെങ്കിൽ ഒരു കോൺഗ്രസും ഒന്നും ഉണ്ടാവണ്ട എന്ന് വിചാരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥ കൊണ്ട് തന്നെയാണ് നിങ്ങൾ പോകാത്തത്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിനകത്ത് അയ്യപ്പന്റെ കേസെടുത്തൊക്കെ അയ്യപ്പന്റെ കേസെടുത്താൽ നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാമല്ലോ. നിങ്ങൾക്ക് വേദി കിട്ടുമ്പോൾ നിങ്ങൾ അവിടെ ചെന്നിട്ട് ആ വേദിയിൽ ഉന്നയിക്കാമല്ലോ ഈ കാര്യം. എന്തുകൊണ്ട് ഈ പറയുന്ന ഇതേ ആവശ്യവുമായിട്ട്, അല്ലെങ്കിൽ ഭക്തരുടെ ആവശ്യമായിട്ട്, വിശ്വാസികളുടെ ആവശ്യമായിട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു കോടതി വിധി വന്നപ്പോൾ ആ കോടതി വിധി ശരിയല്ലെന്ന് കണ്ട് അല്ലെങ്കിൽ ആ കോടതി വിധി നടപ്പാക്കാൻ വന്ന CPM-നെതിരായിട്ട് അന്ന് ഞങ്ങൾ വന്നു, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായി വിശ്വാസത്തിന്റെ പുറകിൽ എന്ത് വന്നാലും കുഴപ്പമില്ല, ആ വിശ്വാസം സംരക്ഷിക്കപ്പെടണമെന്ന് ഇറങ്ങി കേസായി, ആ കേസ് നിങ്ങൾ ഇപ്പൊ പിൻവലിക്കണം, കാരണം നിങ്ങളിപ്പോ വിശ്വാസികളുടെ കൂടല്ലേ എന്നല്ലേ പറയേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് അയ്യപ്പന്റെ കൂടെ നിൽക്കാൻ പറ്റത്തില്ല, നിങ്ങളുടെ നേതാവിന് അയോധ്യയിലും പോകാൻ പറ്റത്തില്ല. നിങ്ങളുടെ നേതാവ് എന്താ ഇപ്പൊ അയോധ്യ പോവാഞ്ഞ്? നിങ്ങളുടെ നേതാവിന്റെ, രാഹുൽ ഗാന്ധിയുടെ, നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിയുടെ, അല്ലെങ്കിൽ അവർ ഇതുവരെ ഈ പറയുന്നത് ലോകം മൊത്തം അയോധ്യയിലേക്ക് വന്നപ്പോഴും ഇതുവരെ അയോധ്യയിൽ പോയില്ലല്ലോ. എന്താ പോകാൻ ആരുടെ തടഞ്ഞു? അവിടെ അയോധ്യയിൽ അല്ലെങ്കിൽ നടന്ന കാര്യങ്ങൾക്കകത്തെല്ലാം ചിലരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കുകയും ആ താല്പര്യത്തിന് അനുകൂലമായിട്ട് നിൽക്കുന്നതുമായിട്ടുള്ള ഒരു രാഹുലിനെയും പ്രിയങ്കയല്ലേ ഇപ്പോഴും നടക്കുന്നത്. വേറെ എല്ലായിടവും കയറി ചെല്ലുമല്ലോ, കുരിശെടുത്ത് നെറ്റിക്ക് വെക്കുമല്ലോ, അല്ലെങ്കിൽ കൊന്ത ഓതുമല്ലോ, അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ പോയി ഈ പറയുന്ന നിസ്കാരത്തൊപ്പി വെക്കുമല്ലോ, അല്ലെങ്കിൽ പല അമ്പലങ്ങളിലും ഒക്കെ പോയി നിങ്ങൾ രുദ്രാക്ഷമിടുമല്ലോ, നിങ്ങൾ ഉറക്കെ ബ്രാഹ്മണനാന്ന് പറയുമല്ലോ. ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ വികാരമായ രാമന്റെ ക്ഷേത്രം പണിഞ്ഞെടുത്ത് ആ ക്ഷേത്രത്തിൽ പോകത്തില്ല, ഞങ്ങൾ അതിനെതിരാണെന്ന് ആരെ അറിയിക്കുന്നതിന് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി നിൽക്കുന്നത്. അതേ അവസ്ഥയിലേക്കുള്ള ഒരു പൊളിറ്റിക്സുമായിട്ടാണ് ഈ വി.ഡി. സതീശൻ അയ്യപ്പ സംഗമം ഈ പറയുന്ന CPM സംഘടിപ്പിക്കുന്നത് കൊണ്ട് പോകുന്നില്ല. അല്ലെങ്കിൽ നേരത്തെ ഈ വിശ്വാസികൾക്കെതിരെ നിന്ന CPM അവർക്കെതിരെ എടുത്ത കേസുകൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോകാൻ വയ്യ.
നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. അതായത് മതമൗല്യവാദികളെ കൂടുതൽ ബോധ്യപ്പെടുത്തണം. ഞാൻ നിന്റെ കൂടാണ്, ഞങ്ങളുടെ പാർട്ടി നിങ്ങളുടെ കൂടാണ്. ആ പാർട്ടി ഒരിക്കലും ഇവിടുത്തെ ഹിന്ദുവിന്റെ ആചാരവും അവന്റെ കാര്യങ്ങളും ആരുണ്ടാക്കിയാലും ഏതിന്റെ കെയർ ഓഫ് ആയാലും അതിന്റെ കൂടെ കൂടുന്ന ഒരു അവസ്ഥയില്ല. അത്തരത്തിലേക്കുള്ള ഒരു നീക്കം കൃത്യമായിട്ട് നടത്തുന്നതിന് വേണ്ടി തന്നെയാണ്. നിങ്ങളെ രക്ഷാധികാരിയാക്കിയില്ലേ? ചോദിച്ചില്ല, ശരി തെറ്റ്. നിങ്ങളെ കാണാൻ ഇന്നലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് വന്നില്ലേ? ശരി, നിങ്ങൾ എടുത്ത് നേരത്തെ ചോദിക്കാതെയാണ് അവിടെ വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് പത്രസമ്മേളനം നടത്തുന്നത് ഞാൻ കണ്ടു. അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആരെയും വിളിച്ച് വീട്ടിൽ കയറ്റുമെന്ന്, ഇനിയും വന്നാൽ സംസാരിക്കുമെന്ന്. എന്ത് കാരണങ്ങൾ ഈ പറയുന്നത് ബാലിശ്യമല്ലേ സതീശ? പ്രതിപക്ഷ നേതാവ് ഈ പറയുന്നത് പോലെ, എന്നാൽ ഇവിടുത്തെ CPM-കാരൻ പാലസ്തീന്റെ വിഷയവും ഗാസയുടെ വിഷയവും ഒക്കെ വന്നപ്പോൾ അവര് നടത്തിയത് കൊണ്ട് അത് ഞങ്ങൾ നടത്തത്തില്ല, അതിനകത്തൊരു കാരണം നിങ്ങൾ കണ്ടുപിടിച്ചില്ലല്ലോ. നിങ്ങൾ അവര് നടത്തിയതിന്റെ കൂടെ അത് ശരിയാണെന്ന് പറയുകയും പാലസ്തീന്റെയും അല്ല ഗാസയുടെയും ഒക്കെ വിഷയം വന്നപ്പോൾ നിങ്ങൾ വേറെ രീതിയിൽ ആ വിഷയം ഏറ്റെടുക്കുകയും ആ വിഷയത്തിന് ഹൈപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടാണ്. അയ്യപ്പന്റെ വിഷയം വരുമ്പോൾ മാത്രം എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ശരി ഇവരുടെ കൂടെ കൂടണ്ട, നിങ്ങൾ നാളെ കാലത്തെ UDF-ന്റെ കെയർ ഓഫിൽ, മുസ്ലിം ലീഗിന്റെ അല്ലെ UDF-ന്റെ എല്ലാം കൂടെ കെയർ ഓഫിൽ ഒരു അയ്യപ്പ സംഘമോ അല്ലെങ്കിൽ ശബരിമല സംരക്ഷണ സമിതി, ശബരിമലയ്ക്ക് പൈസ കൊടുക്കുന്നില്ല നിങ്ങൾ പറയുന്നു, ശബരിമല തിരിഞ്ഞു നോക്കുന്നില്ല CPM എന്ന് പറയുന്നു, അതെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് അയ്യപ്പന്മാരെ എല്ലാം വിളിച്ചുകൊണ്ടൊരു പരിപാടി നടത്തും. അതിന് ഈ പറയുന്നതിനകത്ത് നേതൃത്വം കൊടുക്കുന്നതിന് വേണ്ടി ഈ സതീശന് കഴിയുമോ? അപ്പൊ അതൊന്നും കഴിയത്തില്ല. ഇതിനകത്ത് പങ്കെടുക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന വോട്ട്, അല്ലെങ്കിൽ അവരുടെ ഇവിടുത്തെ മുസ്ലിം മൗലികവാദി, മുസ്ലിം ജനതയുടെ മൊത്തത്തിലുള്ള കാര്യമൊന്നും പറഞ്ഞു, മതമൗല്യവാദികളുടെ തിട്ടൂരം അത് അതേപടി ഏറ്റെടുക്കുന്ന പാർട്ടിയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തി അവരുടെ ആനുകൂല്യം മേടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതിന് വേണ്ടിയുള്ള ഒരു VD സതീശനും ഒരുപക്ഷെ ഒരു കോൺഗ്രസും ഒക്കെ ആയതുകൊണ്ട് തന്നെയാണ് ആര് സംഘടിപ്പിക്കുന്നു എന്നതും അതിനകത്ത് തെറ്റുകുറ്റങ്ങൾ കാണുന്നതും എന്നതിനപ്പുറം അയ്യപ്പന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളല്ല എന്ന് കാണിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പ്രതിപക്ഷ നേതാവും ഒരുപക്ഷെ UDF-ഉം ഇത്തരത്തിലൊരു തീരുമാനമെടുത്ത് അത് ജനത്തിന് മനസ്സിലാവും. അത്തരത്തിൽ ജനത്തിനകത്തെ ആ തെറ്റിദ്ധാരണ മാറ്റണമെങ്കിൽ നിങ്ങൾ ഏറ്റെടുക്കണം ഒരു പരിപാടി. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ, ഇപ്പം അവിടുത്തെ കേസുകൾ അയ്യപ്പ സംഗമം നടത്തുന്നു, അവിടെ പറയണം അയ്യപ്പന്മാരെ വിളിച്ചുകൂട്ടി ഇതിനകത്ത് പങ്കെടുത്ത, അല്ലെങ്കിൽ ഈ പറയുന്നത് ആചാര ലംഘനം നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് സമരം ചെയ്തവർക്ക് അനുകൂലമായിട്ട് നിങ്ങൾ വിളിച്ചുകൂട്ടു, ആ കേസുള്ളവരെ വിളിച്ചുകൂട്ടു, അല്ലെങ്കിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നവർ ശബരിമലയുടെ ഉന്നയനത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, നിങ്ങൾ പത്രസമ്മേളനം നടത്തിയല്ലോ, അത് ചൂണ്ടിക്കാണിക്കൂ, അത്തരത്തിലേക്ക് ഒരു നീക്കങ്ങളിലേക്ക് പോകും. അങ്ങനെ നടത്തിയാൽ നമുക്ക് പിന്നെ. പക്ഷെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ മതമൂല്യവാദികളുടെ കാര്യം വളരെ കൃത്യമായിട്ട് മാറി നിന്ന് ഈ പറയുന്ന രാഹുൽ ഗാന്ധി രാമനെ തള്ളി പറഞ്ഞതുപോലെ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് ഒരുപക്ഷെ അയ്യപ്പനെ തള്ളി പറയുന്നതിന് ഒരു അവസരം കിട്ടിയപ്പോൾ അത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. അല്ലാതെ യാതൊരു കാരണവശാലും ഒരു കുഴപ്പം അതിനകത്ത് ഉണ്ട് എന്ന് എന്റെ ഒരു നോട്ടത്തിൽ കാണുന്നില്ല. കാരണം പണ്ടൊരു കുഴപ്പം പറ്റി, ആ കുഴപ്പമാണെന്ന് കണ്ട് ഉറക്ക വിളിച്ച് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസികളുടെ കൂടെയാണ്, അതുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തുന്നു, അതിനകത്ത് അവരെ കൂട്ടിയോജിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു CPM-നെയും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അവരുടെ കുഴപ്പമുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് അത് ഉറക്ക വിളിച്ച് പറഞ്ഞ് ആ കുഴപ്പം തരുത്താൻ നിർത്തുമ്പോൾ അതിന്റെ ഭാഗമല്ലെന്ന് കാണിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഹിന്ദുവിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ ആചാരത്തിന്റെ ഭാഗമല്ല, ഹിന്ദു ആചാരത്തെ അംഗീകരിക്കാൻ തയ്യാറല്ല, അതിന് കാരണങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു നേതാവായിട്ടും ഒരു കോൺഗ്രസ് നേതാവായിട്ടും ഒരു പ്രതിപക്ഷ നേതാവുമായിട്ടും ഒക്കെ ഈ വിഷയത്തിൽ VD സതീശനെ നമ്മൾക്ക് കാണുവാൻ സാധിക്കും. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇത്തരത്തിൽ എടുത്ത ഒരു തീരുമാനം ദൗർഭാഗ്യകരം എന്നാണ് ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു സംഗമം, അയ്യപ്പ ഭക്ത സംഗമം LDF CPM സംഘടിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിന്റെ ഭാഗമാകുന്നില്ല എന്നാണെങ്കിൽ പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ മറ്റേതെങ്കിലും രീതിയിലുള്ള ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്തൂ എന്നാണ് പറയാനുള്ളത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.